മധ്യപ്രദേശിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെയായിരുന്നു. മാമ എന്ന് വിളിക്കുന്ന അദ്ദേഹം കർശനമായ ഒരു നടപടികളിലേക്ക് പലപ്പോഴും കടന്നിരുന്നില്ല, എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന് ഹൈന്ദവ സംഘടനയുടെ പക്കൽ നിന്നും അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ഉജ്ജയിനി ക്ഷേത്ര നഗരമാണ്, ആ കുംഭമേള വരെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഉജ്ജയിനി. അനവധി ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ അനധികൃതമായിട്ടുള്ള മാംസ വിൽപ്പനശാലകൾ കാലങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നു. ഇതിനെതിരെ ഉമാഭാരതി അടക്കമുള്ളവർ വലിയ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ അന്നൊക്കെ കേവലം നോട്ടീസ് നൽകി കട ഒഴിയണമെന്ന് പറഞ്ഞതല്ലാതെ കടുത്ത നടപടികളിലേക്ക് പോയില്ല. ഏതായാലും മധ്യപ്രദേശിൽ പുതിയ മുഖ്യമന്ത്രി എത്തി. ഡോക്ടർ മോഹൻ യാദവ് എത്തിയതോടു കൂടി തന്നെ കാര്യങ്ങൾക്ക് ഒരു സ്പീഡായി, തീരുമാനം വളരെ വേഗത്തിലായി. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഉജ്ജയിനിയിലുള്ള അനധികൃതമായ മാംസ വിൽപ്പനശാലകൾ 10 എണ്ണമാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയത്. 10 എണ്ണം ഇടിച്ചു നിർത്തുന്നത് കണ്ട് അതിന് ചുറ്റുപാടുണ്ടായിരുന്ന അനധികൃത ഈ മാംസ വിൽപ്പനശാലകളൊക്കെ പൂട്ടിട്ട് വ്യാപാരികൾ മുങ്ങി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ ഇതിൽ അക്രമത്തിന്, അതായത് ഈ ബുൾഡോസർ എത്തിയപ്പോൾ തടയാനും അക്രമത്തിനും വന്ന 3 പേരുടെ വീടുകൾ കൂടി ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ഏതായാലും യോഗിക്ക് പിന്നാലെ ബുൾഡോസർ പ്രയോഗവുമായി തുടക്കം മുതൽ തന്നെ മോഹൻ യാദവ് നടത്തുന്ന ഈ ഒരു നീക്കം മധ്യപ്രദേശിനെ സംബന്ധിച്ച് ഒരു ക്രമസമാധാന നില, ഈ കഴിഞ്ഞ കുറേ നാളുകളായി ആടി ഉലഞ്ഞു നിൽക്കുന്ന ക്രമസമാധാന നില ഭദ്രമാകാൻ ഇടയാക്കുമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.